പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമ്മളെ സമാഗമന കൂടാരത്തിൻ്റെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് 4ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതെല്ലാം സമാഗമന കൂടാരത്തിനകത്തുള്ള 7 ഉപകരണങ്ങളുടെ പേരുകളായിരുന്നു. എന്നാൽ ആ ഓരോ ഉപകരണങ്ങളെക്കുറിച്ച് അല്പം വിശദമായിട്ട് നമുക്ക് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. 25-ാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് യാഗപീഠത്തെക്കുറിച്ച്, യാഗപീഠം ഉണ്ടാക്കാൻ നിർദ്ദേശിക്കുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പുറപ്പാട് 25-1 മുതൽ വായിക്കുകയാണ്. യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. നല്ല മനസ്സോടെ തരുന്ന 25 ഞാൻ വായിച്ചത്. 27-1 മുതലാണ്. 5 മുഴം നീളവും 5 മുഴം വീതിയുമായി ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. യാഗപീഠം സമചതുരവും 3 മുഴം ഉയരവും ആയിരിക്കണം. അതിൻ്റെ 4 കോണിലും കൊമ്പുണ്ടാക്കണം. കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അത് താമ്രം കൊണ്ട് പൊതിയണം. യാഗപീഠം ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചത് ഈ അധ്യായത്തിലാണ്, 27-ലാണ്. 38-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ്. പറഞ്ഞതുപോലെ തന്നെ യാഗപീഠം മോശ അതിനുവേണ്ടി ദൈവം നിയോഗിച്ച പണിക്കാരെ കൊണ്ട് നിർമ്മിച്ചതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. 38-ൻ്റെ 1 മുതൽ 7 വരെ. അവൻ ഖദിരമരം കൊണ്ട് ഹോമയാഗപീഠമുണ്ടാക്കി. അത് 5 മുഴം നീളവും 5 മുഴം വീതിയും ഇങ്ങനെ സമചതുരവും 3 മുഴം ഉയരവും ഉള്ളതായിരുന്നു. അതിന് 4 കോണിലും 4 കൊമ്പുണ്ടാക്കി. അത് 7 വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് 27-ാം അധ്യായവും 38-ാം അധ്യായവും മുഴുവൻ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്കത് കൂടുതൽ ക്ലിയറായിട്ട് മനസ്സിലാകും എൻ്റെ ഒത്തിരി ഡീറ്റെയിൽസ്. യാഗപീഠത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് സമചതുരമാണ്. ഖദിരമരം കൊണ്ടുണ്ടാക്കി താമ്രം കൊണ്ട് പൊതിഞ്ഞു. താമ്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ ന്യായവിധിയെ കാണിക്കുന്നു. അതായത് ന്യായവിധിയെ, ഒരു മൃഗത്തെ ആ താമ്ര യാഗപീഠത്തിൽ വെച്ച് കൊല്ലുകയാണല്ലോ ചെയ്യുന്നത്. ഈ മൃഗത്തെ കൊല്ലുന്ന സ്ഥാനത്ത് നമ്മൾ ആയിരുന്നു യാഗമാകേണ്ടിയിരുന്നത്, മരിക്കേണ്ടിയിരുന്നത്. അതിന് പകരം ദൈവം മൃഗത്തെ അവിടെ ന്യായം വിധിക്കുകയാണ്. അന്ന് പാപം ചെയ്ത മനുഷ്യർക്ക് പകരമായിട്ട് മൃഗത്തെയാണ് അവിടെ യാഗം കഴിക്കുന്നത്. എന്നാൽ ഒരു യാഗം നടക്കാൻ പോകുന്നുണ്ട്. അത് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് യേശു കർത്താവ് പാപ ബലിയാകും എന്നുള്ളതിൻ്റെ സൂചനയാണ് അവിടെ ലഭിക്കുന്നത്. 2ാമത്തെ ഉപകരണം താമ്രത്തൊട്ടിയാണ്. അത് പുറപ്പാട് 30-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. 30-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, കഴുകേണ്ടതിനൊരു താമ്രത്തൊട്ടിയും അതിനൊരു താമ്രക്കാലും ഉണ്ടാക്കണം. അതിനെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ച് അതിൽ വെള്ളം ഒഴിക്കണം. അതില്ലെങ്കിൽ അഹരോനും അവൻ്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം. 21 വരെ വായിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും തൊട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ. 38-ൻ്റെ 8-ാം വാക്യത്തിൽ ഇതുണ്ടാക്കിയ കാര്യങ്ങൾ കാണുന്നുണ്ട്. ദർപ്പണങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാക്കിയത്. താമ്രം കൊണ്ടുള്ള താമ്രത്തൊട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ദർപ്പണങ്ങൾ കൊണ്ടാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ ഉപകരണമാണ് നിലവിളക്ക്. അതാണ് 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 40 വരെ. 25-ൻ്റെ 31 മുതൽ 40 വരെ. തങ്കം കൊണ്ടൊരു നിലവിളക്കുണ്ടാക്കണം. നിലവിളക്ക് അടിപ്പ് പണിയായിരിക്കണം. അപ്പോൾ നിലവിളക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് 40 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നിലവിളക്ക് ഉണ്ടാക്കുന്നത് തങ്കം കൊണ്ട്. ഉണ്ടാക്കിയ ഡീറ്റെയിൽസ് 37-ൻ്റെ 17 മുതൽ 24 വരെ ഉള്ള ഭാഗത്ത് നമുക്ക് കാണാം. അടുത്ത ഉപകരണമാണ് കാഴ്ചയപ്പത്തിൻ്റെ മേശ. അത് 25-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ കാണാം. 23 മുതൽ 30 വരെ. ഖദിരമരം കൊണ്ടൊരു മേശ ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2 മുഴവും വീതി 1 മുഴവും ഉയരം 1.5 മുഴവും ആയിരിക്കണം. അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്ന് കൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം. ചുറ്റും അതിനെ 4 വിരൽ വീതിയുള്ളൊരു ചട്ടവും ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കും ഉണ്ടാക്കണം. അത് 30 വരെ ആ മേശയുടെ ഉണ്ടാക്കേണ്ട രീതിയെക്കുറിച്ച് പറയുന്നു. 37-ൻ്റെ അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെ ഉണ്ടാക്കിയതിൻ്റെ വിവരവും കാണാം.
അപ്പോൾ ഇവിടെയൊക്കെയും പറയുന്നത് ഖദിരമരം കൊണ്ട് ഉണ്ടാക്കണം. എന്നിട്ടതിനെ മേശ പൊതിയുന്നത് തങ്കം കൊണ്ട് പൊതിയണം. അപ്പോൾ ഈ ഖദിരമരവും മേശയും എന്തിനാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഖദിരമരം എന്ന് പറയുന്ന അക്കേഷ്യ മരമാണ്. ഇന്ന് നമ്മുടെ ദേശത്തൊക്കെ അതുണ്ട്, അക്കേഷ്യ മരം. ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് എത്ര ചിന്തയിലിട്ടാലും അത് മിനുസപ്പെടുത്താൻ സാധിക്കുകയില്ല. എത്ര മിനുസപ്പെടുത്തിയാലും അതിനകത്ത് ആരുകൾ പോലെ പൊങ്ങി വന്നുകൊണ്ടിരിക്കും. ഒട്ടും ഒരു ഇണക്കമില്ലാത്ത ഒരു ഭംഗിയുണ്ടാകാത്ത ഒരു മരമാണ് അക്കേഷ്യയുടെ തടി. എന്നാൽ തങ്കം ദൈവത്വത്തെയാണ് കാണിക്കുന്നത്, ഡിവിനിറ്റിയാണ് തങ്കം. അപ്പോൾ ഒരിക്കലും ഇത് എത്രയധികം പഠിച്ചാലും എത്രയധികം വചനം കേട്ടാലും പ്രസംഗങ്ങൾ കേട്ടാലും ഒരു മാനസാന്തരത്തിലേക്ക് പൂർണ്ണമായിട്ട് വരാൻ കഴിയാത്ത മനുഷ്യ സ്വഭാവത്തെയാണ് ഈ ഖദിരമരം കാണിക്കുന്നത്. അതുകൊണ്ടാണ് എത്രയധികം ചിന്തയിലിട്ടാലും അതിൽ ആര് പൊങ്ങി വരും. മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. അതുകൊണ്ടാണ് അതിന് തങ്കം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. തങ്കം ഡിവിനിറ്റിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ദൈവത്വമാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ മരിച്ച നമ്മളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെയുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് യേശുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ച് കഴിയുമ്പോൾ ക്രിസ്തുവിനെ കൊണ്ട് നമ്മളെ പൊതിയുകയാണ് ചെയ്യുന്നത്. തങ്കം കൊണ്ടാണ് നമ്മളെ കവർ ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരുവാൻ കഴിയുകയില്ല. നമ്മളെ ഈ തടിയുടെ സ്വഭാവം, നമ്മുടെ ഒരിക്കലും വിശുദ്ധമാകാത്ത സ്വഭാവവുമായിട്ട് അവിടെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അതിനെ അവിടെ കത്തുന്നതായ ആ തീക്കുണ്ടത്തിലേക്ക് എറിഞ്ഞു കളയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിനെ തങ്കം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ് ദൈവം നോക്കുമ്പോൾ കാണുന്നത്. അങ്ങനെയാണ് നാം രക്ഷപ്പെട്ടു പോകുന്നത്. പിന്നെ വേറൊരു കാര്യം ഇവിടെയുണ്ട്. യേശു കർത്താവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും അവിടെ കാണാം. ഉള്ളിൽ മനുഷ്യത്വം ഉണ്ട്, അതാണ് ഖദിരമരത്തെ സൂചിപ്പിക്കുന്നത്. ദൈവത്വം പുറമേയുള്ള തങ്കം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന 30-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ധൂപപീഠത്തെക്കുറിച്ചാണ്. 30-1 മുതൽ 10 വരെ. ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ഉണ്ടാക്കണം. ഖദിരമരം കൊണ്ട് അതുണ്ടാക്കണം. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമായി സമചതുരവും 2 മുഴം ഉയരവുമായിരിക്കണം. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതിൻ്റെ മേൽപ്പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അതും പൊതിയുന്നത് തങ്കം കൊണ്ടാണ്. അതുണ്ടാക്കിയ വിവരം 37-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാം. പിന്നെ ധൂപപീഠം ഖദിരമരം കൊണ്ട് സമചതുരം ആണ്, തങ്കം കൊണ്ട് പൊതിഞ്ഞു. അങ്ങനെയാണ്. പിന്നെ അടുത്ത 6-ാമത്തെ ഉപകരണമാണ് നിയമപ്പെട്ടകവും കൃപാസനവും. 6-7 നിയമപ്പെട്ടകം. പെട്ടകം 25-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 22 വരെ. 25-ാം അധ്യായത്തിന് 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾക്കകത്താണ് പെട്ടകം ഉണ്ടാക്കേണ്ട വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അകത്തും പുറത്തും പൊതിയണം. അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ളൊരു വക്കും ഉണ്ടാക്കണം. അത് മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയും. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. നിയമപ്പെട്ടകവും അതിന് മുകളിലുള്ള കൃപാസനവും അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്നതാണ്. പെട്ടകം തടി കൊണ്ടുണ്ടാക്കിയിട്ട് തങ്കം കൊണ്ട് പൊതിയാണ്. കൃപാസനം തനിത്തങ്കമാണ്. തടിയൊന്നും അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. ഇവിടെയാണ് സാക്ഷാൽ ദൈവത്തിൻ്റെ ഇരിപ്പിടം, കൃപാസനം, ദൈവം പ്രത്യക്ഷനാകുന്നത്. 37-ൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഖദിരമരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കിയ വിശേഷമാണ്. നേരത്തെ ഉണ്ടാക്കാൻ പറഞ്ഞാണ് നമ്മൾ 25-ാം അധ്യായത്തിൽ കണ്ടത്. അതിനോടനുബന്ധിച്ചുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിയതായിട്ട് നമ്മൾ 25-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയും. അതായത് ഇത്രയും 7 ഉപകരണങ്ങൾ മാത്രമല്ല, അതിൻ്റെ അനുബന്ധപ്പെട്ടുള്ള അനേക കാര്യങ്ങളും ഉണ്ടാക്കുവാൻ ആ നിർദ്ദേശങ്ങൾ ഈ അധ്യായങ്ങൾക്കകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ പുരോഹിതന്മാർ വേണം. ഉപകരണങ്ങൾ മാത്രം പോരല്ലോ, അത് നടത്തുന്നതിനുള്ള ആൾക്കാർ വേണം. പുരോഹിതന്മാർ, ലേവ്യരൊക്കെ വേണം. പുരോഹിതന്മാരുടെ വസ്ത്രം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, മൂടുശീലകൾ, അങ്ങനെ പല മെറ്റീരിയൽസ് ഉണ്ട്. അതിന് ഈ സ്വർണം, വെള്ളി, താമ്രം, ഈ 3 ലോഹങ്ങൾ, ഇത് 3ഉം തുരുമ്പ് പിടിക്കാത്തവയാണ്. ഇവയെ സ്വർണം ദൈവത്വത്തെ കാണിക്കുന്നു, വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നു, താമ്രം ന്യായവിധി, അതായത് ന്യായവിധിയെ ഓർപ്പിക്കുന്ന അതിൻ്റെ ഒരു സൂചനയാണ്.
പിന്നെ ഫൈൻ ലിനനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നേരിയ വസ്ത്രം, തുണിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് നീതിയെ കാണിക്കും, രക്ഷയുടെ വസ്ത്രമാണ്. അതായത് മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ വുഡ്, ഖദിരമരം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നു. പരിവരുത്ത ആ സ്വഭാവം ആണ് ഖദിരമരത്തിൻ്റേത്. പിന്നെ വിളക്കിന് എണ്ണ വേണം. എണ്ണ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. പിന്നെ ആട്ടിൻ്റെ തോലിൻ്റെ കാര്യങ്ങളൊക്കെയും പറയുന്നുണ്ട്. അത് പ്രായശ്ചിത്തത്തെയാണ് അതിൻ്റെ സൂചന. ചില സാധനങ്ങളൊക്കെയും മൂടുവിരിയൊക്കെയും നെയ്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതായത് എല്ലാവരും തമ്മിൽ നെയ്ത് ചേർന്നിരിക്കുന്നത് പോലെ ഊടും പാവും എന്ന് നമ്മൾ പറയാറുണ്ട്. തുണികളൊക്കെ നെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇഴകളെല്ലാം ചേർന്ന് ഇരിക്കുന്ന പോലെയുള്ള ആ ഒരു ഒന്നിച്ചിരിക്കുന്നൊരു അനുഭവം ഉണ്ടാകണം. അതിനാണ് തുന്നിച്ചേർക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, നെയ്ത് ചേർക്കണമെന്ന്. പിന്നെ തുരുമ്പ് പിടിക്കുന്ന ഒരു മെറ്റീരിയൽ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നാം ഓർക്കുക, നമ്മുടെ ശരീരത്തിലും തുരുമ്പ് പിടിക്കുന്ന മെറ്റീരിയലൊന്നുമില്ല. നമ്മൾ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചു കൊണ്ടിരിക്കുവാൻ ആണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവകൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളെ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. പിന്നെ കളറിനും അർത്ഥമുണ്ട്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന കളർ ഒന്ന് ബ്ലൂ, അതിനെ സ്വർഗീയമായിട്ടുള്ളതിനെ, സ്വർഗത്തെ കാണിക്കുന്നു. പർപ്പിൾ കളറ് എന്ന് പറഞ്ഞാൽ ധൂമ്ര വർണ്ണം, അത് രാജത്വത്തെ കാണിക്കുന്നതാണ്. പിന്നെ സ്കാർലറ്റ് അല്ലെങ്കിൽ റെഡ് കളർ, ചുമപ്പ് കളറ് യാഗം, സാക്രിഫൈസ്, യാഗത്തെ കാണിക്കുന്നു. പിന്നെ വൈറ്റ്, അത് വിശുദ്ധിയെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഉപകരണങ്ങൾ ഒക്കെയും ആത്മീയമായിട്ട് ഏതിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? പ്രാകാരം ആദ്യം കാണുന്നത് യാഗപീഠം, പിന്നെ അത് ഖദിരമരം ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിഞ്ഞു. യാഗം കഴിക്കുന്നത് മൃഗങ്ങളെയാണ്. അതിൻ്റെ സൂചകം യേശുക്രിസ്തു. യേശുവിൻ്റെ ഒരു യാഗം ഒരു പ്രവചനാത്മകമായിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇതിലായിട്ട് ഇസ്രായേലിനെ, ലോകത്തെ മുഴുവനും അറിയിക്കുകയാണ് ഇനി വരാൻ പോകുന്ന ഒരു യാഗത്തെക്കുറിച്ച്, ഒരിക്കലായിട്ട് നടക്കാൻ പോകുന്ന യാഗത്തെക്കുറിച്ച്. ഭാവിയിൽ ഇതുപോലെ ഒരു യാഗം നടക്കും എന്നുള്ളത്. എബ്രായർ 9-ാം അധ്യായം മുഴുവനും നമ്മൾ വായിച്ചു നോക്കണം. അതും ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ആ പുതിയ നിയമത്തിലുമായിട്ടുള്ള യേശുവായിട്ടുള്ള ബന്ധത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എബ്രായ ലേഖനം അത് മുഴുവനും വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ 12-ാമത്തെ വാക്യം 9:12 പറയുന്നത്, ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരിക്കലായിട്ടുള്ളതായ എന്നേക്കുമുള്ളതായ ഒരിക്കലായിട്ടുള്ള യാഗം മൂലം എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ച കാര്യം നമ്മൾ എബ്രായ ലേഖനത്തിനകത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ പ്രധാന ഭാഗമാണ് പുരോഹിതന്മാർ. അത് പുരോഹിതന്മാരോട് സാധാരണ ചെയ്യുന്നത് 2 പ്രധാനപ്പെട്ട യാഗങ്ങളാണ്, പാപയാഗവും അകൃത്യയാഗവും. പിന്നെ വഴിപാടുകളൊക്കെ ഉണ്ട്. അകൃത്യവും പാപവും ചെയ്താൽ പ്രായശ്ചിത്തമായിട്ട് പ്രാപ്തി അനുസരിച്ച് യാഗം കഴിക്കണമെന്നാണ് നിയമം കൊടുത്തിരുന്നത്. അകൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്, അതൊരു പാപമാണ്. പാപവും ചെയ്താൽ പ്രായശ്ചിത്തമായിട്ട് പ്രാപ്തി അനുസരിച്ച് കുഞ്ഞാടിനെയോ പക്ഷികളെയോ ഒക്കെ ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ രീതി യാഗം കഴിക്കണം. യാഗപീഠത്തിൽ എന്താണ് നടക്കുന്നത്? അവിടെ നിങ്ങൾ പാപത്തിന് പ്രായശ്ചിത്തമായി യാഗം നടത്തണം. എന്നാലേ ഒരു വ്യക്തി പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് യാഗം നടത്തിക്കഴിഞ്ഞാലേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനം ഉള്ളൂ. അതിവിശുദ്ധ സ്ഥലത്തേക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ കടന്നു വരുമ്പോൾ തന്നെ അതിനാണ് താമ്രത്തൊട്ടികൾ വെച്ചിരിക്കുന്നത്. കൈകാലുകൾ കഴുകിയതിന് ശേഷം യാഗം നടത്തിയതിന് ശേഷം മാത്രമേ അകത്തേക്ക്, അതായത് പാപത്തെ ഏറ്റുപറഞ്ഞ് അതിനുള്ള പരിഹാരം അവിടെ ചെയ്തതിന് ശേഷമാണ് അകത്തേക്ക് കയറാൻ പറ്റുകയുള്ളൂ. എങ്കിലും നമുക്കറിയാം ഈ പ്രാകാരത്തിലാണ് ഈ യാഗപീഠമൊക്കെ വെച്ചിരിക്കുന്നത്. അത് കൂടെ അവർ കഴിച്ചിട്ടും അവരുടെ പാപത്തിന് സമ്പൂർണമായ പരിഹാരം വന്നില്ല. വീണ്ടും അവർക്കത് വീണ്ടും റിപ്പീറ്റഡായിട്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. വീണ്ടും പാപം ചെയ്യുന്നു, അതിനൊക്കെയും പകരമായിട്ട് യാഗം കഴിക്കേണ്ടിയിരുന്നു.
അതുകൊണ്ടാണ് യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് ഉള്ള വീണ്ടെടുപ്പ് നമുക്ക് സാധിപ്പിച്ചു തന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ യാഗപീഠം കാണിക്കുന്നത്. 9:15 എബ്രായർ 9:15 വായിക്കുന്നത്, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ ആകുന്നു. അപ്പോൾ ലംഘനങ്ങളിൽ നിന്നൊരു വീണ്ടെടുപ്പ് ഉണ്ടാകണമെങ്കിൽ ഒരു മരണമുണ്ടാകണം. അപ്പോൾ ഈ പഴയ നിയമത്തിലെ ഈ സമാഗമന കൂടാരത്തിൽ ഒരു മൃഗത്തെയാണ് പകരമായിട്ട് യാഗം കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മെ ലംഘനത്തിൽ നിന്ന് വിടുവിക്കാൻ യേശു ക്രിസ്തു ഒരിക്കലായിട്ട് യാഗമായി തീർന്നു. തൻ്റെ 9:26 അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പോൾ സ്വന്തം യാഗം കൊണ്ട് പരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. തൻ്റെ ഒറ്റ യാഗം കൊണ്ട് സകലർക്കുമുള്ള വീണ്ടെടുപ്പിനെ സാധിച്ചിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ നിഴലാണ് നമ്മൾ ഈ സമാഗമന കൂടാരത്തിലല്ലേ പഴയ നിയമത്തിലെല്ലാം കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യർക്ക് വേണ്ടി ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ. അതുകൊണ്ട് ഇനി തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ, ആദ്യം കർത്താവ് വന്നത് പാപികൾക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ഇനിയും പാപം ചെയ്യാതെ യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പോൾ ഈ എൻട്രൻസിലാണ് യാഗപീഠം വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലല്ലാതെ പാപത്തിൽ നിന്ന് മോചനവും പരിഹാരവും ലഭിക്കുകയില്ല. അവിടെ യാഗം കഴിച്ചത് നമുക്കറിയാം, മൃഗത്തെ യാഗം കഴിക്കാതെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ ഇന്ന് ആർക്കെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗജന്യമായ രക്ഷയെ അത് വിശ്വാസത്താൽ ഏറ്റെടുക്കണം. അതാണ് കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നത്. റോമർ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം. അപ്പം നേരത്തെ നമ്മൾ അനീതിയുള്ളവരായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു. കാരണം നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധിയിലും നമ്മുടെ ശക്തിയിലൊക്കെ ആശ്രയിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം തീരുമാനപ്രകാരമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ജീവിക്കുന്നവർ ദൈവത്തിൽ നിന്നും വേർപെട്ട് പോയവരാണ്, ദൈവത്തിൽ നിന്ന് വേർപെട്ട അവസ്ഥയിലായി പോയിരിക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമുമ്പാകെ നമ്മളെ നീതീകരിക്കപ്പെട്ടു, സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിൻ്റെ യാഗം മൂലം ദൈവമുമ്പാകെ നമുക്ക് സ്വീകാരമുണ്ടായി. ദൈവം നമ്മളെ യേശുവിലുള്ള വിശ്വാസത്താൽ, അവൻ്റെ പരമയാഗത്തിലുള്ള വിശ്വാസം മൂലം ദൈവം നമ്മളെ സൗജന്യമായി നീതീകരിച്ച് ദൈവമക്കളായി നമ്മളെ സ്വീകരിച്ചിരിക്കുകയാണ്. എങ്കിലും നമ്മളിപ്പോഴും പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവമുമ്പാകെ നമുക്ക് നിഷ്കളങ്കരായി നിൽക്കാൻ കഴിയുന്നതിന് കാരണം യേശു മൂലമാണ്. ഭൂമിയിൽ ഈ സാത്താന്യ ശക്തികളെ വഞ്ചിക്കുവാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പാപങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ ശരീരം പാപത്തിനോടാണ് കൂടുതൽ താല്പര്യമുള്ളത്. എന്നാൽ നമുക്ക് ദൈവത്തിന് മുൻപാകെ നിഷ്കളങ്കരായി നിൽക്കാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിൽ മൂലമാണ്. അത് നമ്മൾ കണ്ടല്ലോ. ഖദിരമരമാകുന്ന നമ്മുടെ മൂടിൽ തങ്കം, യേശു ക്രിസ്തുവാകുന്ന തങ്കം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് പിതാവായി ദൈവം നോക്കുമ്പോൾ അതെ, പിന്നെ നമ്മളെയല്ല കാണുന്നത്, നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. നമ്മൾ മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. നമുക്കിതിലൊന്നും പുകഴുവാനില്ല. നമുക്ക് വിശ്വാസം മൂലം സൗജന്യമായി കൃപ ലഭിച്ചത് മാത്രമാണ് അതിന് കാരണം. അതുകൊണ്ട് വിലയേറിയ ഈ രക്ഷണീയ പദ്ധതിക്കായി നമുക്ക് ഈ നിമിഷം തന്നെ ദൈവത്തിന് നന്ദി പറയാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ
കേൾപ്പിച്ച എല്ലാ സത്യവചനങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ലോക സ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഞങ്ങളെ നിൻ്റെ മക്കൾ അവകാശികളുമാക്കി വേർതിരിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തിരുവചനത്തിൽ കൂടെ അവിടുത്തെ പദ്ധതികളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം അതേ ദൈവമേ ഞങ്ങളുടെ കൈവശം ദൈവം തന്നിരിക്കുന്നതിനായി സ്തോത്രം. അതിലെ ആഴമേറിയ സത്യങ്ങളെ നന്നായി വെളിപ്പെടുത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങൾ ഓരോന്നും വീണ്ടും പരിശോധിക്കുവാനും ഞങ്ങളെ തന്നെ വിശുദ്ധിയുള്ളവരായിട്ട് സൂക്ഷിച്ച് കർത്താവെ, പാപം കൂടാതെ ദൈവമേ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുള്ള രക്ഷയ്ക്കായി കർത്താവെ, അങ്ങ് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുമെന്നുള്ള ആ വാഗ്ദത്തിൽ ആശ്രയിച്ച് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവെ, അതേ കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ എന്നുള്ളതായ ആ ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി തന്നെ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ, ഈ ലോകത്തിൽ മറ്റൊന്നും ഞങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഇടയാകരുതേ. ഞങ്ങളുടെ ഒന്നാമത്തെ സ്ഥാനം ഞങ്ങളെ രക്ഷകനായ ദൈവത്തിന് തന്നെ നൽകിക്കൊണ്ട് അങ്ങയുടെ വരവെങ്കിൽ ആ നിത്യജീവനിൽ അങ്ങയോടുകൂടി എന്നേക്കും വസിക്കുന്ന ഒരനുഭവത്തിനായി കാത്തിരിപ്പാൻ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.